യെസ്, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് ഓഡിറ്റിന്റെ എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്ത വരുന്ന ടോപ്പിക്കാണ് സെക്ഷൻ ബിയിൽ നമുക്ക് വരുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ്. ഓക്കെ, സോ മാനേജ്മെന്റ് ഓഡിറ്റിൽ നമുക്ക് 5 ചാപ്റ്ററാണ് വരുന്നത്. ചാപ്റ്റർ 9 മുതൽ 13 വരെയുള്ള 5 ചാപ്റ്ററാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ആക്ച്വലി ആരാണ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി അല്ലേ. സോ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. പക്ഷെ ആക്ച്വലി ആ ഒരു ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? കമ്പനിയുടെ കയ്യിലാണ്. പക്ഷെ ആ ഓണർഷിപ്പ് കമ്പനി ആരുടെ കയ്യിലാണ് മാനേജ് ചെയ്യാൻ കൊടുക്കുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആണ്. ഓക്കെ, പക്ഷെ അതിന്റെ എല്ലാം ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? കമ്പനിയുടെ കയ്യിലാണല്ലേ. സോ കമ്പനി കോമൺ സീലൊക്കെ അടിച്ചിട്ടല്ലേ, പ്രോപ്പർട്ടി ഓണർഷിപ്പ്, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ ആരുടെ ഓണർഷിപ്പിലാണ്? കമ്പനിയുടെ ഓണർഷിപ്പിലാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഓണർഷിപ്പിലല്ല. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ദെൻ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? കമ്പനിയുടെ കയ്യിലാണ്. ദെൻ ഈ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓണർഷിപ്പ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എക്സ്പേർട്ട് പീപ്പിൾ ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ്, ഈ ഡയറക്ടേഴ്സ് എന്നാണ് കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിഡ്യൂഷ്യർ റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അപ്പൊ അവരെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പോളിസീസ്, ഡിസിഷൻസ്, കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അവര് കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക? കമ്പനിക്ക് വലിയ നഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ പോളിസീസ്, ഓക്കെ, ഡിസിഷൻസ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ എക്കണോമിക്കൽ ആയിരിക്കണം, ഓക്കെ, എഫിഷ്യന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കണം അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ എക്കണോമിക്കലായിട്ട്, എഫിഷ്യന്റ് ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഓഡിറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞത്. മാനേജ്മെന്റ് ആണ് അത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മാനേജ്മെന്റ് തന്നെയാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത്. അതിന്റെ റിപ്പോർട്ടും കൊടുക്കുന്ന ആർക്ക് തന്നെയാണ്? മാനേജ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്തരം ഒരു ഓഡിറ്റിനെ, ഒരു സ്പെഷ്യൽ ഓഡിറ്റിനെ വിളിക്കുന്ന ഒരു സംതിങ്, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ആണ്. കാരണം വെച്ചാൽ അവിടെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ടു ദ ഷെയർ ഹോൾഡേഴ്സിനല്ല, മാനേജ്മെന്റ് എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം. പോളിസീസ്, ഡിസിഷൻസ്, പെർഫോമൻസ് അല്ലെ. കാരണം മാനേജ്മെന്റിന്റെ കയ്യിൽ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിച്ചേക്കാണ്. ഈ മാനേജ്മെന്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് അവരുടെ പോളിസീസ്, അവരെടുക്കുന്ന ഡിസിഷൻസ്, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് അല്ലെ, കോടികളുടെ അഡ്വർടൈസ്മെന്റ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യം, അതൊക്കെ എന്താണ് എഫക്റ്റീവ് ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പനിയുടെ അത്രയും ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് എന്തിനാവണം? സെയിൽസ് എന്ത് ചെയ്യണം? കൂടണം. അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മൾ കോടികൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ എന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മറ്റേ അഡ്വർടൈസ്മെന്റ്, മറ്റേ എക്സ്പെൻഡിച്ചർ അല്ലാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ആയിട്ട് തന്നെ കോടികൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കമ്പനികളുടെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. നമ്മളുടെ ടോപ്പ് റെമ്യൂണറേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻ ചന്ദ്രശേഖർ എന്നുള്ള എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് ദി ടാറ്റ സൺസ്, ഓക്കെ, ഈ ഒരു വർഷം കൊടുത്തുള്ളത് 156 കോടിയാണ്. ഓക്കെ, ആസ് ഒരു CA അല്ലെങ്കിൽ ഒരു CMA കാരനൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യുന്ന സാലറി 6 lakhs ഒക്കെയാണ് ആനുവൽ സാലറി. 6 lakhs എന്ന് പറയുമ്പോൾ 50,000 രൂപ പെർ മന്ത് വരുന്നുള്ളൂ. ഓക്കെ, ഒരു വർഷം 6 ലക്ഷം രൂപ. ദെൻ നല്ല നല്ല കമ്പനികളാകുമ്പോൾ 8, 10, 12, 15, 17, 18, 20 ഒക്കെ അല്ലെ. സോ 20-22 ലക്ഷം വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാമ്പസ് പ്ലേസ്മെന്റിലൊക്കെ ഓൺ ആവറേജ് നമുക്ക് അത്യാവശ്യം നല്ല കമ്പനികൾ, നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ അത്രയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ആലോചിച്ച് ഒരു ഇനിപ്പോട്ടെ 25 ലക്ഷം തന്നെ കൂട്ടി, ആനുവൽ സാലറി 25 lakhs ഒരു വർഷത്തെ സാലറി അല്ലെ. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള കമ്പനികളുടെയൊക്കെ ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത്, ഒരു വർഷത്തെ പാക്കേജ് നമുക്ക് ഇതിനൊന്നായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം 156 കോടിയാണ് എന്ന് പറയുന്നത് ടാറ്റ സൺസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ C വിജയകുമാർ എന്ന് പറയുന്ന HCL ടെക് എന്നുള്ള കമ്പനിയുടെ CEOക്ക് നമ്മൾ കൊടുക്കുന്നത് 95 കോടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സലിൽ പെരേഗ് എന്നുള്ള ഇൻഫോസിസിന്റെ CEO കൊടുക്കുന്നത് 81 crores ആണ്.
ബജാജ് ഫിനാൻസിന്റെ MD രാജീവ് ജെയിൻ കൊടുക്കുന്നത് 105 കോടിയാണ്. ചില എക്സാമ്പിൾസ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പോ ഇത്രയും വലിയ എമൗണ്ടുകളാണ് ആർക്ക് കൊടുക്കുന്നത്? മാനേജ്മെന്റിന്റെ ഭാഗത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു കമ്പനിയുടെ ഇപ്പോ ബജാജ് ഫിനാൻസിന്റെയോ അല്ലെങ്കിൽ ഇൻഫോസിസിന്റെയോ 10 ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളും ആര് തന്നെയാണ്? ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ് തന്നെയാണ് അല്ലെ. സോ 10 ഷെയർ വാങ്ങിച്ചവരും ഓണർ തന്നെയാണ്, കാരണം ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ലാഭം, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമുക്ക് വെൽത്ത് ഉണ്ടാവണം, ഷെയർ പ്രൈസ് കൂടണമെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം. ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. ഈ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? മാനേജ്മെന്റ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെ, മാനേജ്മെന്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. ദെൻ അപ്പൊ അവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അവർ ഈ കാര്യങ്ങൾ നന്നായി നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ അവരുടെ റെമ്യൂണറേഷൻ ആയിട്ട് ഇത്രയും വലിയ കോടികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലെ. അവരുടെ പോളിസീസ്, ഒരു കമ്പനിയുടെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസ്, ഓരോ കാര്യങ്ങളെ കുറിച്ച് എടുക്കുന്ന ഡിസിഷൻസ്, ദെൻ അവരുടെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ അഥവാ പെർഫോമൻസ് ഒക്കെ എന്തായിരിക്കണം? നന്നായിട്ട് ചെയ്തിരിക്കണം. അത് എക്കണോമിക്കലായിട്ട്, എഫിഷ്യന്റ് ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് എന്തുണ്ടാവുന്നത്? പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ആ കമ്പനിക്ക് പ്രോഫിറ്റ് ആകുമ്പോഴാണ് അതുവഴി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്നത് മാക്സിമൈസ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നത്? ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? മാനേജ്മെന്റ്, കാരണം പലപ്പോഴും കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഫ്രോഡ് സംഭവിക്കാറ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ HDFC ബാങ്കിൽ ഇപ്പൊ ഒരു ഫ്രോഡ് നടക്കുന്നത്. പലപ്പോഴും ബാങ്കിന്റെ ഒക്കെ ഫ്രോഡുകൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ അകത്തുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ കീ എംപ്ലോയീസ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ മാനേജ്മെന്റ് ഭാഗത്തുള്ളവരൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യാറ്? ഫ്രോഡ് എന്ത് ചെയ്യാറ്. അപ്പൊ അവര് ചെയ്യുന്ന ഫ്രോഡ് കുറച്ചും കൂടെ കൺസീൽഡ് ആയിരിക്കും. അത്ര എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഓഡിറ്റിങ്ങിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഫോറൻസിക് ഓഡിറ്റ് എന്നുള്ള കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ടുള്ള ഓഡിറ്റുകളൊക്കെ പുതുതായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്കിപ്പോ കാണാനായിട്ട് പറ്റും, ഈ പറഞ്ഞ ഫോറൻസിക് ഓഡിറ്റ് ഒക്കെ. ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. സോ മാനേജ്മെന്റ് ഓഡിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് മാനേജ്മെന്റ് ഓഡിറ്റ്, മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് ആൻഡ് അനാലിസിസ്, മാനേജ്മെന്റ് ഓഡിറ്റിംഗ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് അല്ലെ. നമുക്ക് മാനേജ്മെന്റ് ഒരുപാട്, ഇപ്പോൾ ഇതിൽ എല്ലാവരും ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ ഓപ്പറേറ്റിംഗ് ലെവൽ, ലോവർ ലെവൽ മാനേജ്മെന്റ് അടക്കമുള്ള ഡിഫറെന്റ് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആസ് വെൽ ആസ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ലൈക്ക് പർച്ചേസിംഗ്, പ്രൊഡക്ഷൻ, ഓക്കെ, അതുപോലെ തന്നെ ഫിനാൻസ്, HR, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ അകത്ത് ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട്, മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി കോർപ്പറേറ്റ് ഇമേജ്. ലാസ്റ്റ് വൺ ഇതിൽ വരുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആൻഡ് സെക്യൂരിറ്റി ഓഡിറ്റ്. ഓക്കെ, ആക്ച്വലി ഇൻഫോർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി ഓഡിറ്റ് ഒരു മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഭാഗമല്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മറ്റ് ഇന്റേണൽ കൺട്രോൾസ്, ഈവൻ ഫോറൻസിക് ഓഡിറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ്. അത് മാനേജ്മെന്റ് ഓഡിറ്റ് മാത്രം ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, അത് ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമായിട്ടൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഇപ്പോൾ CA ഫൈനലിന്റെ അകത്ത് നമുക്ക് ISCA എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ആയിരുന്നു. ഓക്കെ, ISCA, ISCA. ഓക്കെ, ഫുൾ ഫോം. അത് 100 മാർക്കിന്റെ ടോപ്പിക് ആയിരുന്നു. അപ്പൊ ഞാനൊക്കെ CA ഫൈനൽ ചെയ്യുന്ന സമയത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം കൺട്രോൾ ഓഡിറ്റ്, ഇൻഫോർമേഷൻ സിസ്റ്റം കൺട്രോൾ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു 100 മാർക്കിന്റെ ഒരു ഏരിയ തന്നെ ഏതുണ്ടായിരുന്നു? IT ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ടായിരുന്നു. പല ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും ഒക്കെ ക്വാളിഫൈ ചെയ്തതിനു ശേഷം വലിയ വലിയ കമ്പനികളുടെ ഈ IS ഓഡിറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിന്റെ ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മളുടെ ലൈക്ക് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അല്ലെ. നമ്മൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്ന് പഠിക്കും. അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് അതിന്റെ സെർവർ കാര്യങ്ങളൊക്കെ അതൊക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാം പ്രൊട്ടക്റ്റഡ് ആണോ, ഓക്കെ, ഒരു അൺഓതറൈസ്ഡ് ആക്സസ് അതിലോട്ട് വരുന്നില്ല, ഓക്കെ, പാസ്വേഡ് പോളിസീസ് അല്ലെ. പലപ്പോഴും ഈ ബാങ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 90 days കഴിയുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മളെ പാസ്വേഡ് ഒക്കെ നെറ്റ് ബാങ്കിങ്ങിന്റെ ഒക്കെ പാസ്വേഡ് ഒക്കെ എന്ത് ചെയ്യണം? മാറ്റേണ്ടി വരാറുണ്ട് അല്ലെ. നമ്മൾ നിർബന്ധമായിട്ടും അവർ ഫോഴ്സ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്? ചേഞ്ച് ചെയ്യിപ്പിക്കാറുണ്ട്. അത് കസ്റ്റമർ ഇതില്. ഇനി അതിന്റെ കമ്പനിയുടെ അകത്ത് തന്നെ നമുക്കറിയാം ബാങ്കിന്റെ അകത്ത് ഓരോ എംപ്ലോയീസിനും അവർക്ക് എന്ത് ചെയ്യാറുണ്ട്? അവർക്ക് അവരുടെ കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ ലോഗിൻ ID കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു എംപ്ലോയി എന്താണ് അൺഓതറൈസ്ഡ് ആയിട്ട് അതിലോട്ട് ആക്സസ് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ആക്സസ് ഇല്ലാത്ത ഒരു മേഖലയോട്ട് അവർ ആക്സസ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് ആണ്. ഓക്കെ, അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഫോർമേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിൽ കൺട്രോൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ കൺട്രോൾസ് ഒക്കെ തന്നെ എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രോപ്പറിൽ എന്നുള്ള ചെക്ക് ചെയ്യുന്ന ഓഡിറ്റാണ് ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് അവിടെ വരുന്ന ഒരു വേർഡാണ് CIA. CI എന്ന് വെച്ച് കഴിഞ്ഞാൽ
കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി അതെന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. IT ഓഡിറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തുക, ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തുക, അവൈലബിലിറ്റി എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ദാറ്റ് മീൻസ് അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ സോ ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, ഡാറ്റ ലീക്കേജ് അതുപോലെ തന്നെ ഡാറ്റ പ്രൈവസി ഒക്കെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ IS ഓഡിറ്റിന്റെ ഡിസ്കസ് ചെയ്യുന്നത്. സോ കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CA ഫൈനലിലൊക്കെ നമുക്ക് 100 മാർക്കിനാണ് ഈ ഒരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് CMA ഓഡിറ്റ് സിലബസിൽ നമുക്ക് ജസ്റ്റ് ഒരു 5 മാർക്കിന്റെ ഏരിയ മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഓക്കെ അപ്പൊ ടോട്ടൽ 25 മാർക്കാണ് ഏതിൽ വരുന്നത്, മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റ് ഓഡിറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, മാനേജ്മെന്റ് പോളിസീസ് അതുപോലെ തന്നെ ഡിസിഷൻസ്, പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യുന്നില്ല എന്ന്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ബിഹാഫിൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ലേ, ഓക്കെ എക്കണോമിക്കലായിട്ട് എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ എന്തെന്നില്ല ചെയ്യുന്നില്ലേ, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ്. അതിന്റെ ഒപ്പം വരുന്നൊരു ടോപ്പിക്കാണ് IS ഓഡിറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ്. അതിൽ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി CIA. സോ ടു എൻഷുർ ദാറ്റ് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇതിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം റിസോഴ്സസിന്റെ നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, കൺട്രോൾസ് പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ ഇതിലാണ് നമ്മൾ മാനേജ്മെന്റ് ഓഡിറ്റ് 25 മാർക്സിന് വരുന്നത്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസോട്ട് പോകുന്നതായിരിക്കുമ്പോൾ ബാക്കി ടോപ്പിക് കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. അതിനടുത്ത സെക്ഷൻ സിയിൽ നമുക്ക് വരുന്നത് ഇന്റേണൽ കൺട്രോൾസ് അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റ് അതുപോലെ ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് അതർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. സോ അതിൽ 15 മാർക്കാണ് അതിന്റെ വെയിറ്റേജ് നമുക്ക് വരുന്നത്. പറയാം ഇന്റേണൽ കൺട്രോൾസ് അല്ലെ, ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ്. ആദ്യം ഇന്റേണൽ കൺട്രോൾസ്, പിന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഇന്റേണൽ ഓഡിറ്റ് വരുന്നത്. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് എന്തെങ്കിലും ആ ഓർഗനൈസേഷനിലെ റിസോഴ്സസ് അസറ്റ്സിനൊക്കെ എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അപ്പൊ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു വീക്ക്നെസ്, അതായത് അവിടെ ഒരു ഫ്രോഡ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് എപ്പോഴാണ് ഒരു ഫ്രോഡ് ഒരാൾക്ക് എന്ത് ചെയ്യുക ചെയ്യാൻ തോന്നുക, ഒരു അവസരം കിട്ടുമ്പോഴാണ്. ഓക്കെ അപ്പൊ പരമാവധി എന്ത് ചെയ്യുക, അവസരങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ലൈക്ക് ഇപ്പൊ നോക്കുമ്പോൾ CCTV എന്തിനാ വെക്കുന്നത്, ഓക്കെ അപ്പൊ അവർക്ക് തോന്നും ഓക്കെ യു ആർ അണ്ടർ സർവൈലൻസ് ഒക്കെ അല്ലെ. അപ്പൊ നമ്മള് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മൾ ആരെങ്കിലും നിരീക്ഷിക്കാനുണ്ട് എന്ന് തോന്നുമ്പോൾ അത് മനസ്സിലാവുമ്പോൾ പിന്നെ നമുക്ക് ആ ഫ്രോഡ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് പാർട്ടിൽ ഓക്കെ സോ ഡിഫറെന്റ് പോയിന്റ്സിൽ നമുക്കിപ്പോ ഈവൻ നമ്മൾ സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ടെക്സ്റ്റൈൽസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം, ടെക്സ്റ്റൈൽസിൽ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു കൗണ്ടറിലോട്ട് വരും അല്ലെ. ആദ്യം ഒരു കൗണ്ടറിലോട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ എന്തെയും പാക്ക് ചെയ്ത് വെക്കും. ഇനി അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ മറ്റൊരു സ്ഥലത്ത് ബില്ലടിക്കും. ആ ബില്ല് നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു കൗണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്യുക, പേ ചെയ്യുക. സോ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ പെയ്ഡ് എന്നുള്ള ആ സീൽ അടിച്ചതിന് ശേഷം ആ ബില്ല് തിരിച്ച് എന്ത് ചെയ്യാണ്, നമ്മളുടെ റിസീവിംഗ് ആയിട്ടുള്ള കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഐറ്റം നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത് അല്ലെ. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓക്കെ ചെറിയ കടകളിലൊക്കെ ആണെങ്കിൽ എല്ലാം ഒറ്റ സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു കടനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഷോപ്പിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ പൊതുവെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത ഡ്രസ്സുകൾ ഒരു ടോക്കൺ സിസ്റ്റം ഒക്കെ ഉണ്ടാവും. ചിലപ്പം പല ഫ്ലോറുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പല ടൈപ്പ് ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് ഒക്കെ പാരന്റ്സിന് തന്നെ അമ്മ അച്ഛനൊക്കെ സെപ്പറേറ്റ് ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണെങ്കിൽ പല സ്ഥലത്തു നിന്ന് ഒരു ടോക്കൺ സിസ്റ്റം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റാഫ് എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും, ഒരു കൗണ്ടറിലോട്ട് എത്തിക്കും. എന്നിട്ട് അവിടെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യും, ബില്ലടിക്കും. എന്നിട്ട് നമുക്ക് ആ ബില്ല് തരും. ആ ബില്ല് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, മറ്റൊരു കൗണ്ടറിൽ പേയ്മെന്റ് ചെയ്തിട്ട് ക്യാഷ് കൗണ്ടറിൽ പേയ്മെന്റ് ചെയ്തിട്ട് ആ പേയ്മെന്റ് ചെയ്ത കൗണ്ടറിൽ നിന്ന് ആ സ്ലിപ്പും പെയ്ഡ് സ്ലിപ്പും കൂടെ എന്ത് ചെയ്യുക, റിസീവിംഗ് ഇവിടെ നമ്മൾ ഐറ്റം പാക്ക് ചെയ്ത് വെച്ചാൽ അവിടേക്ക് വരെ അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തന്ന് ദെൻ നമുക്ക് നമ്മൾ വാങ്ങിച്ച സാധനം കൊണ്ട് നമുക്ക് പോവാം. അതൊരു പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചർ അവർ ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു ഇന്റേണൽ കൺട്രോൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് ദാറ്റ് ഈസ് മേക്കർ ആൻഡ് ചെക്കർ ഒരാളായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മേക്കർ ആൻഡ് ചെക്കർ ഷുഡ് ബി എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ സാധാരണയായിട്ട് കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക എന്ന് പറയുമല്ലോ. ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഫ്രോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പൊതുവെ നമ്മൾ പറയും SOD എന്ന് പറയും. SOD എന്ന് വെച്ച് കഴിഞ്ഞാൽ SOD മീൻസ് സഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയും. ഓക്കെ സഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ദാറ്റ് മീൻസ് മേക്കർ ആൻഡ് ചെക്കർ ഷുഡ് ബി എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം. അതുപോലെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചെക്കൊക്കെ പാസ്സാവുന്ന കേസ്, ഒരു ചെക്കൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മളിപ്പോ ക്യാഷ് കൗണ്ടറിൽ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ചെക്ക് നോക്കിയിട്ട് നമ്മൾ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എൻട്രി ഇട്ടതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ചെക്ക് അടുത്തൊരു ഇതിലോട്ട് ബോക്സിലോട്ട് ചെറിയൊരു ബോക്സിലോട്ട് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നതാണ്. തൊട്ടിപ്പുറത്ത് ഒരു അസിസ്റ്റന്റ് മാനേജർ ലെവൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ആ ചെക്ക് എടുത്തിട്ട് പിന്നെ അത് വീണ്ടും ഇവിടെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് അതിന്റെ നമ്പറൊക്കെ അടിച്ചിട്ട് ഒരു ഓതറൈസേഷൻ ചെയ്തിട്ട് അതിനുശേഷം തിരിച്ച് ചെക്ക് ഇങ്ങോട്ട് വെക്കുമ്പോഴാണ് നമുക്ക് ക്യാഷ് കൗണ്ടറിൽ നിന്ന് എന്ത് കിട്ടുന്നത്,
പേയ്മെന്റ് നമുക്ക് റിലീസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ചെക്കിന്റെ കേസ് ക്യാഷ് നമ്മൾ റിലീസ് ചെയ്യണമെങ്കിൽ ഒരാളല്ല ചെയ്യുന്നത്. ദർ വിൽ ബി എ മേക്കർ ആസ് വെൽ ആസ് ദർ വിൽ ബി എ ചെക്കർ. രണ്ടും ഒരാളാണോ? അല്ല, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് കൺട്രോൾസ്. ഓക്കെ, ഫ്രോഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അവസരം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യരുത്? ഉണ്ടാവരുത്. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്? ഫ്രോഡ് ചെയ്യാനുള്ള, തെറ്റുകൾ ചെയ്യാനുള്ള ഒരു എന്ത് ചെയ്യുക, ഒരു ടെൻഡൻസി വരുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ പല പോയിന്റുകൾ, ഓക്കെ, അതിപ്പോ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടും അല്ല പല കാര്യങ്ങളിൽ, ഓക്കെ, അതിലൊക്കെ നമുക്ക് എറേഴ്സ് അതുപോലെ തന്നെ ഫ്രോഡ്സ് ഒക്കെ വരാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ നോക്കിയിട്ട് അവിടെ പ്രോപ്പർ കൺട്രോൾസ് നമ്മൾ എന്തിനും എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, അത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. ഈവൻ നിങ്ങൾ ചില കമ്പനികളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ വാഷ്റൂമിന്റെ അവിടുത്തെ ആ ഒരു ഫാനിനടക്കം ഒരു നമ്പറൊക്കെ വെച്ചിട്ടുണ്ടാവും. ഒരു സ്ലിപ്പൊക്കെ അത് മുട്ടിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് FA രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, FA രജിസ്റ്റർ. അപ്പൊ FA രജിസ്റ്ററിന്റെ അകത്ത് കമ്പനിയുടെ കയ്യിലുള്ള എല്ലാ ഫിക്സഡ് അസറ്റ്സും കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സിന്റെ പേര്, ഐറ്റം എന്താണ്, അതിന് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പർ എന്താണ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്. ഈവൻ ഓഡിറ്റിംഗിൽ FA ഓഡിറ്റ് വരെയുണ്ട്, ഫിക്സഡ് അസറ്റ്സിന്റെ ഓഡിറ്റ് വരെയുണ്ട്. നമ്മൾ സ്റ്റോക്ക് ഓഡിറ്റ്, ഫിക്സഡ് അസറ്റ്സ് ഓഡിറ്റ്, അങ്ങനെ പല പല ഓഡിറ്റുകൾ, സ്ക്രാപ്പ് ഓഡിറ്റ്, അങ്ങനെ പല ഓഡിറ്റുകൾ ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ, സ്റ്റോക്ക് ഓഡിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ്സിന്റെ ഓഡിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നോക്കുന്നത് വെച്ചാൽ നമുക്ക് കമ്പനിക്ക് ഒരു ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്ററിന്റെ അകത്ത് ഏതൊക്കെ ഫിക്സഡ് അസറ്റ് ഏതൊക്കെ ലൊക്കേഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് എന്താണ് ഓഡിറ്റ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അതാവുമായിരിക്കും. കാരണം ചില സെക്യൂരിറ്റിക്കാരനോ വേറെ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റ് ഒക്കെ വേണമെങ്കിൽ മറച്ചു വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഹൈ ക്വാളിറ്റി സാധനത്തിന് പകരം അത് വിറ്റിട്ട് പകരം ലോ ക്വാളിറ്റി സാധനം അവിടെ കൊണ്ടുവെക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ വലിയ വലിയ കമ്പനികൾ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും. അപ്പൊ അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇന്റേണൽ കൺട്രോൾസിന്റെ ഭാഗമാണ്. ഓക്കെ, സോ CCTV, ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ കാര്യങ്ങൾ നമ്മൾ ബാക്കിയൊക്കെ നമുക്ക് ക്ലാസ്സിൽ എടുക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇന്റേണൽ കൺട്രോൾസ് എന്തായാലും വേണം. ഈ ഇന്റേണൽ കൺട്രോൾസ് വെറുതെ വെച്ചാൽ പോരാ, അതെന്ത് ചെയ്യണം? അതിന്റെ പർപ്പസ് നടക്കണം അല്ലെ, എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ നടക്കണം. അപ്പൊ അത് ഓക്കെ അല്ലേ? എനിക്ക് ഇന്റേണൽ കൺട്രോൾസ് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ, അതിന്റെ ഔട്ട്കം പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റേണൽ കൺട്രോൾസ് ആദ്യം വേണം. ഈ ഇന്റേണൽ കൺട്രോൾസ് പ്രോപ്പർ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ, ഓക്കെ, നോക്കാനായിട്ട് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത് ഇതിൽ വരുന്നത് ഓപ്പറേഷണൽ ഓഡിറ്റ് ആണ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് നോർമലി കമ്പനിയുടെ അകത്ത് വരുന്നതാണ്, സ്റ്റാറ്റ്യൂട്ടറി ലെവലിലല്ല. പക്ഷെ കമ്പനീസ് ആക്ട് 2013 ഓക്കെ, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ നമ്പർ 138 ഇന്റേണൽ ഓഡിറ്റ് ചെയ്യേണ്ട ചില വലിയ കമ്പനികൾക്ക് ഇന്റേണൽ ഓഡിറ്റ് നിർബന്ധമാക്കിയിട്ടുള്ള സിറ്റുവേഷൻ, അതാണ് ഇന്റേണൽ ഓഡിറ്റ് അണ്ടർ കമ്പനീസ് ആക്ട് വരുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഓപ്പറേഷണൽ ഓഡിറ്റ്. ഓക്കെ, ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിന് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട് അല്ലെ. സോ ലൈക്ക് ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇതാണെങ്കിൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ ഓപ്പറേഷൻസും ഒരു ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ. ലൈക്ക് ഈ പറഞ്ഞ പർച്ചേസ് ആക്ടിവിറ്റീസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതൊക്കെ എന്തായിരിക്കണം? റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഒരിക്കലും എക്സസീവ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പാടില്ല, വരാനായിട്ട് പാടില്ല. അപ്പൊ അതിന് നമ്മൾ എക്കോണമി എന്ന് പറയുന്നത് അല്ലെ. ആക്ച്വലി എന്താണ് എക്കോണമി എന്ന് പറഞ്ഞാല്? എക്കോണമി മീൻസ് സ്പെൻഡിങ് ലെസ്. എക്കോണമി മീൻസ് സ്പെൻഡിങ് ലെസ്. ദാറ്റ് മീൻസ് ഇൻപുട്ട് ഓറിയന്റഡ്. നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ റിസോഴ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഓക്കെ, അത് ഓർഗനൈസേഷന്റെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അല്ലെ, ഏതൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് പ്രോസസ്സിങ് ചെയ്ത് എന്തുണ്ടാക്കുക, ഔട്ട്പുട്ട് ഉണ്ടാക്കുക അല്ലെ. ഇതാണല്ലോ ഒരു കൺവേർഷൻ ഇത് വരുന്നത് അല്ലെ. സോ ഏതൊരു സ്ഥാപനവും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവരെന്തെയും ഇൻപുട്ട് എടുക്കുന്നുണ്ടായിരിക്കും, അഥവാ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൽ നിന്നൊരു ഔട്ട്പുട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും? നമ്മൾ വാങ്ങിക്കുന്ന ഇൻപുട്ട് ഷുഡ് ബി എന്തായിരിക്കണം? എക്കണോമിക്കലി നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിക്കണം. അവിടെ എക്കോണമി നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം അല്ലെ. എന്നാൽ ഈ എക്കോണമി ഉദ്ദേശിക്കുന്നത് സ്പെൻഡിങ് ലെസ്. ഓക്കെ, അതിനർത്ഥം ക്വാളിറ്റി കുറക്കാന്നല്ല, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി കോസ്റ്റ് കുറച്ച് എന്ത് ചെയ്യുക? പ്രൊക്യൂർ ചെയ്യാനായിട്ട് നോക്കുക. ദാറ്റ് ഈസ് എക്കോണമി ഉറപ്പുവരുത്തണം. ദാറ്റ് ഈസ് സ്പെൻഡിങ് ലെസ്. ഓക്കെ, അത് ഇൻപുട്ട് ഓറിയന്റഡ് ആണോ ഔട്ട്പുട്ട് ഓറിയന്റഡ് ആണോ? ആക്ച്വലി അത് ഇൻപുട്ട് ഓറിയന്റഡ് ആണ്. കാരണം വെച്ചാൽ വാങ്ങുന്നതിന് സ്പെൻഡിങ് ലെസ് ആണ് അല്ലെ. അപ്പൊ വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ടാണ്. ഇനി ഈ എക്കണോമിക്കലി വാങ്ങിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് ചെയ്യും, അഥവാ കൺവേർഷൻ ചെയ്യും അല്ലെ.
അതിൽ നമുക്ക് എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ഓക്കെ, ആ സമയത്ത് നമുക്ക് എന്തായിരിക്കും? എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. എപ്പോൾ? ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കുന്ന സമയത്ത്. ഓക്കെ, സോ സ്പെൻഡിങ് വെൽ, അതിന് നമ്മൾ വിളിക്കുന്ന പേര് സ്പെൻഡിങ് വെൽ. സ്പെൻഡിങ് വെൽ മീൻസ് ഔട്ട്പുട്ട് ഇൻപുട്ട് ആ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ വട്ടം നമ്മൾ സെയിം ഔട്ട്പുട്ട് കുറഞ്ഞ ഇൻപുട്ട് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് 10 കിലോ മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ, ഓക്കെ, 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് 100 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് 10 kg മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ സെയിം 100 യൂണിറ്റ്സ് ഔട്ട്പുട്ട്, ഓക്കെ, പ്രൊഡക്റ്റ് നമ്മൾക്കൊരു 9 kg കൊണ്ട് എന്താണ് 9 കിലോഗ്രാം ഓഫ് ഇൻപുട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എഫിഷ്യന്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം ഔട്ട്പുട്ട് ലോവർ ഇൻപുട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മാനുഫാക്ചർ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ 100 യൂണിറ്റ്സ് 10 കിലോഗ്രാമിന് എന്ത് ചെയ്തു? മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് 10 കിലോഗ്രാം റോ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്കൊരു 110 യൂണിറ്റ്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വി ആർ സ്പെൻഡിങ് വെൽ. ഓക്കെ, ദാറ്റ് മീൻസ് വി ആർ എഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാനേജ്മെന്റ് തന്നെ എക്കോണമി ഉണ്ടായിരിക്കണം. ദറ്റ് ഈസ് കാര്യങ്ങൾ ഇൻപുട്ടുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ എക്കണോമിക്കൽ ആയിരിക്കണം. 2, അവർ ആ ഇൻപുട്ട് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ദേ ഷുഡ് ബി എഫിഷ്യന്റ് ആയിരിക്കണം. ദറ്റ് ഈസ് സ്പെൻഡിങ് വെൽ. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ സ്പെൻഡിങ് വെൽ. ഇനി മാത്രമല്ല ഈ സ്പെൻഡിങ് വെൽ ഇതൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഔട്ട്കം ഉണ്ടല്ലോ, ദറ്റ് ഈസ് നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നു, പക്ഷെ എന്തില്ല, അത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, സെയിൽ നടക്കുന്നില്ല. ഓക്കെ, അതിന്റെ ക്വാളിറ്റി അപ്പൊ അതിൽ കാര്യമില്ല. ഓക്കെ, ഫോർ ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ് ആയിരിക്കണം. ദറ്റ് മീൻസ് നോക്കാം, എഫക്റ്റീവ്നെസ് മീൻസ് അച്ചീവിങ് ദി ഗോൾ. അച്ചീവിങ് ദി ഗോൾ. കാരണം ഏതൊരു ഓപ്പറേഷൻസിനും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലെ. സോ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസും കൂടി അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ എഫക്റ്റീവ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ദറ്റ് ഈസ് എഫക്റ്റീവ്നെസ് റിലേറ്റിംഗ് ടു അച്ചീവ്മെന്റ് ഓഫ് ദി ഗോൾ, ദറ്റ് ഈസ് ഔട്ട്കം ഓറിയന്റഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി നമ്മൾ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ മാനേജ്മെന്റ് ഓഡിറ്റിംഗ് ടോപ്പിക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 4 പാർട്ടിൽ അതിൻ്റെ ഒപ്പം, അതായത് ഈ പാർട്ടിൽ നമുക്ക് എന്ത് വരും? എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് വരും. അതിൻ്റെ ഒപ്പം ഇവിടെയും നമുക്ക് ആക്ച്വലി മാനേജ്മെന്റ് ഭാഗം തന്നെയാണ്. കാരണം ഇന്റേണൽ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ മാനേജ്മെന്റ് ഭാഗത്താണ് വരും അല്ലെ. അപ്പൊ ഇന്റേണൽ കൺട്രോൾസ് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജ്മെന്റ്. ഇന്റേണൽ ഓഡിറ്റ് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? മാനേജ്മെന്റിന് വേണ്ടി തന്നെയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. ഈവൻ ഓപ്പറേഷണൽ ഓഡിറ്റും ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ, ദറ്റ് ഈസ് എല്ലാ ഓപ്പറേഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ എന്തായി മാറി? മാനേജ്മെന്റ് ഓഡിറ്റ് ഉണ്ടായി. ഓക്കെ, സോ ഓപ്പറേഷണൽ ഓഡിറ്റ് നമ്മൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന്റെ, ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷന്റെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അവരുടെ ഓപ്പറേഷൻസ് എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആണോ, എഫിഷ്യന്റ് ആണോ, എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്താണ് നമ്മൾ ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ EEE എന്നാണ് പറയാ. EEE മീൻസ് എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ആക്ച്വലി ഈ 2 ഭാഗങ്ങൾ നമുക്ക് റിലേറ്റിംഗ് ടു ഏത് തന്നെയാണ്? മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഭാഗമായിട്ട് തന്നെ പറയാം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് 16ാമത്തെ ചാപ്റ്റർ, ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് സർവീസ് ഓർഗനൈസേഷൻസ്. ഓക്കെ, ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് സർവീസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ ഓപ്പറേഷൻസ് അല്ലേ, നമ്മൾ തൊട്ടുമുള്ള ഓപ്പറേഷൻസ് പറഞ്ഞല്ലോ, ഓപ്പറേഷണൽ ഓഡിറ്റ് പറഞ്ഞല്ലോ. ഈ ഓപ്പറേഷൻസ് എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെയാണോ? ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആണോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണോ ഒരു ഫർണിച്ചർ ഷോപ്പിൽ നടക്കുന്നത്? അല്ലെങ്കിൽ അത് തന്നെയാണോ ഒരു റെസ്റ്റോറൻറ്റിൽ നടക്കുന്നത്? ഓക്കെ, അത് തന്നെയാണ് ഒരു ക്ലബിൽ നടക്കുന്നത്? അത് തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് അല്ലെ? ഇതൊക്കെ സ്ഥാപനങ്ങൾ തന്നെയാണ് അല്ലെ. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ആണ്, സർവീസ് ഓർഗനൈസേഷൻസ് ആണ് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ ഓപ്പറേഷൻസ് എല്ലാം സെയിം ആണോ? എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെയും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഒരേ നേച്ചറുള്ളതാണോ? അല്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓഡിറ്റിങ്ങിന്റെ ആംഗിൾ, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന രീതികളും എന്ത് ചെയ്യണം? ഇവരുടെ ഓപ്പറേഷൻസിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർവീസ് ഓർഗനൈസേഷൻ ലൈക്ക് ക്ലബുകള്, ഹോസ്പിറ്റലുകള്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ, നോൺ ഗവൺമെന്റ് NGOs ഒക്കെ പറയുമല്ലോ. ഓക്കെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം, ഓക്കെ, ജനറൽ ഓഡിറ്റിൽ നമ്മൾ എന്തായാലും ഫിനാൻഷ്യൽസും കാര്യങ്ങളൊക്കെ നോക്കും. ജനറൽ ആയിട്ടുള്ള ഓഡിറ്റിംഗ് കൂടാതെ ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് സ്പെസിഫിക്കലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ റെസ്പെക്ട് ഓഫ് ദിസ് സർവീസ് ഓർഗനൈസേഷൻ, അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് സർവീസ് ഓർഗനൈസേഷൻ. ഓക്കെ, വിത്ത് ദിസ് നമ്മൾ സെക്ഷൻ C നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ സെക്ഷൻ A നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് 8 ചാപ്റ്റർ പഠിച്ചു. സെക്ഷൻ B മാനേജ്മെന്റ് ഓഡിറ്റ് പ്ലസ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ 5 ചാപ്റ്റർ അവിടെ നമുക്ക് വരുന്നുണ്ട്. സെക്ഷൻ C ഇന്റേണൽ ഓഡിറ്റ്
ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ഓഡിറ്റ്, റിലേറ്റഡ് ഓപ്പറേഷണൽ ഓഡിറ്റിൽ ആദ്യം 3 ചാപ്റ്ററാണ് അവിടെ വരുന്നത്. അതിൽ ഇന്റേണൽ കൺട്രോൾസ് ആൻഡ് ഓഡിറ്റ് വരുന്നുണ്ട്, ഓപ്പറേഷണൽ ഓഡിറ്റ് വരുന്നുണ്ട്, ലാസ്റ്റ് വൺ ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് സർവീസ് ഓർഗനൈസേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് പാർട്ട് സെക്ഷൻ ഡി, ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ആന്റി മണി ലോണ്ടറിങ്. ഓക്കെ, സോ സെക്ഷൻ ഡി 2 യൂണിറ്റ് ആണ്, ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ആന്റി മണി ലോണ്ടറിങ്. 10%, 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. നമുക്കറിയാം നമ്മൾ ഇത്ര നേരം ഓഡിറ്റിംഗ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ഓഡിറ്റിംഗ് ഈസ് നോട്ട് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഓഡിറ്റിങ്ങിന്റെ ഒബ്ജക്റ്റീവും അതല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് വർക്കും ഇൻവെസ്റ്റിഗേഷനും ഡിഫറെന്റ് ആണ്. ഓക്കെ, കാരണം ഈവൻ പലപ്പോഴും ഈ ഫ്രോഡ് എന്ന് പറയുന്നത്, ഫ്രോഡിന്റെ ഒരു പ്രത്യേകത മിസ്റ്റേക്കും ഫ്രോഡ് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. സോ മിസ്റ്റേക്ക് പൊതുവെ ഇന്റൻഷനലല്ല. ഓക്കെ, സോ അറിയാതെ പറ്റിപ്പോകുന്നതാണ്. നേരെ മറിച്ച് ഫ്രോഡ് പലപ്പോഴും എന്തായിരിക്കും, ഇന്റൻഷനലായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ ഫ്രോഡ് ചെയ്യുന്നവനാണെങ്കിൽ പലപ്പോഴും നമ്മൾ പല സിനിമകളിൽ ഇതിലൊക്കെ കാണാൻ പറ്റും, ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് ആരാണോ അയാൾ തന്നെയായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഫ്രോഡ് ചെയ്യുന്നത്. പലപ്പോഴും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അകത്തുള്ള ആൾ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ഗുണ്ടകൾക്കും അതുപോലെ തന്നെ പ്രശ്നക്കാർക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ആരായിരിക്കും, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അകത്തുള്ള മെയിൻ ആളായിരിക്കും അല്ലെ. അപ്പൊ അത്തരം കേസുകളിലൊക്കെ ഈ ഫ്രോഡ് കാര്യങ്ങളൊക്കെ കൺസീൽഡ് ആയിരിക്കും. ഈവൻ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവിടെ കുറച്ചുകൂടി ഇൻഡെപ്ത് എക്സാമിനേഷൻ, അതുപോലെ തന്നെ കോർട്ട് ഓഫ് ലോ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ്. ഓക്കെ, നോർമലി കോർട്ടിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ ഒരു ഓഡിറ്റിന്റെ, ഓക്കെ, നമ്മളൊരു നോർമൽ ഇത്ര നേരം പഠിച്ച ഓഡിറ്റിന്റെ റിപ്പോർട്ടിനേക്കാളും നമുക്ക് കോടതിയിൽ നമുക്കൊരു എവിഡൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫോറൻസിക് ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പൊ ഫോറൻസിക് ഓഡിറ്റ് ആക്ച്വലി പാർട്ട് ഓഫ് എ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഓഡിറ്റിങ്ങിനേക്കാളും കുറച്ചും കൂടി, ഓഡിറ്റിംഗിൽ നമുക്ക് പൊതുവെ നമ്മളുടെ ഒരു പ്രൊഫഷണൽ സ്കെപ്റ്റിസിസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാര്യങ്ങളാണ് അല്ലെ. നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഒരു ക്വസ്റ്റ്യനിങ് ആണ്. ഓഡിറ്റിംഗിൽ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസ് ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് ഉണ്ട് അല്ലെ, ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് ഉണ്ട്. ഓക്കെ, ക്ലയന്റിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്ലയന്റിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. പക്ഷെ ഫോറൻസിക് ഓഡിറ്റ് അങ്ങനെയല്ല, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം, ഓക്കെ, ഡീപ്പായിട്ട് എവിഡൻസുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു പവർ എവിടെ വരുന്നുണ്ട്, ഫോറൻസിക് ഓഡിറ്റിൽ വരുന്നുണ്ട്. അത് ഓഡിറ്റ്, നോർമൽ ഓഡിറ്റിൽ അതെന്തല്ല, അവൈലബിൾ അല്ല. അപ്പോൾ നോർമൽ ഓഡിറ്റിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഡെപ്ത് എക്സാമിനേഷൻ പ്ലസ് ഈ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡിൽ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ ഫോറൻസിക് ഓഡിറ്റിന്റെ കൺക്ലൂഷൻ റിപ്പോർട്ട് നമ്മുടെ കോടതിയിൽ എന്താണ്, അതൊരു എവിഡൻസ് ആയിട്ട് അലൗ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ ഫോറൻസിക് ഓഡിറ്റിനെ കുറിച്ച് പഠിക്കും. പ്ലസ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ ഒരുപാട് ഫ്രോഡുകളൊക്കെ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മണി ലോണ്ടറിങ്. ഓക്കെ, സോ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി അല്ലെ. അപ്പോൾ അത് പല രീതിയിൽ വെളുപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ബിനാമി ഇടപാടുകളുണ്ട്, അതുപോലെ തന്നെ ചാരിറ്റബിൾ ഇതുകൾക്ക് തുടങ്ങിയിട്ടൊക്കെ പൈസ വെളുപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ അതിനൊരു ആക്ടിനെ നമുക്കറിയില്ല, PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്നുണ്ട്, PMLA 2002 എന്ന് പറഞ്ഞിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെയാണ് അല്ലെ. കൂടാതെ അപ്പൊ അതുകൊണ്ട് ബാങ്കിലൊക്കെ പോവുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ KYC കംപ്ലൈൻസ്, നോ യുവർ കസ്റ്റമർ, കാരണം വെച്ചാൽ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ബാങ്കുകളിലൊക്കെ തന്നെ നമ്മൾ പല ഫ്രോഡുകളും അതുപോലെ തന്നെ മണി ലോണ്ടറിങ് ഒക്കെ ചെയ്യുന്നതിന്റെ ഇത് കുറക്കാൻ വേണ്ടി എല്ലാ ട്രാൻസാക്ഷൻസിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, KYC കംപ്ലൈൻസ് ചെയ്യാറുണ്ട്. ചെക്കുകൾ അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ 50,000 മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും പാൻ വേണം. ഓക്കെ, പല കാര്യങ്ങൾക്കും അവർ നമ്മൾ ID പ്രൂഫുകളൊക്കെ ചോദിക്കാറുണ്ട്. ബിക്കോസ് അതൊരു KYC കംപ്ലൈൻസ് ആണ് മണി ലോണ്ടറിങ്ങിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു കുറച്ച് എമൗണ്ട് എന്ത് ചെയ്തു, മുംബൈയിൽ നിന്ന് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഒരു ബ്രദറിന് തരാനുള്ള പൈസ ആയിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്തു, അവർ CDM വഴി, HDFC ബാങ്കിന്റെ CDM വഴി എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനടി എൻ്റെ നാട്ടിലെ ലോക്കൽ ബ്രാഞ്ചിൽ നിന്ന് എനിക്ക് കോൾ വന്നു. വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്ന് വിത്തിൻ 2 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ ഫോണിലോട്ട് കോൾ വരികയും ചെയ്തു. ഡയറക്റ്റ് ബ്രാഞ്ച് മാനേജർ കോൾ ചെയ്തിട്ട് ചോദിച്ചു, താങ്കളുടെ അക്കൗണ്ടിലോട്ട് ഇത്ര പൈസ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട്, സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്തായുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ബാങ്കിങ് മേഖലയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ആന്റി മണി ലോണ്ടറിങ്, KYC, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അതൊക്കെ വളരെ ചെറിയ രീതിയിൽ, എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. അതിൻ്റെയൊക്കെ വെയിറ്റേജ് വരുന്നത് ജസ്റ്റ് 5 മാർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ വിത്ത് ദിസ് നമ്മളെ സെക്ഷൻ ഡിയും നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ടോട്ടൽ നമുക്ക് 18 ചാപ്റ്റർ. ഓക്കെ, ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി നമുക്ക്
കോസ്റ്റ് ഓഡിറ്റിന്റെ അതായത് CMAD കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്താണ് നമ്മളുടെ 18 ചാപ്റ്റർ എന്നും എന്തൊക്കെ നമ്മൾ പഠിക്കും, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് ചാപ്റ്റർ 18 എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് നോക്കാതെ തന്നെ ആലോചിക്കുക എത്ര ചാപ്റ്റർ, ഓരോ സെക്ഷനിൽ എത്ര ചാപ്റ്റർ എന്ന് ആലോചിക്കുക. ഫസ്റ്റ് കോസ്റ്റ് ഓഡിറ്റ് അല്ലെ, 50 മാർക്ക്, എത്ര ചാപ്റ്റർ? 8 ചാപ്റ്റർ. അടുത്തത് മാനേജ്മെന്റ് ഓഡിറ്റ് 25 മാർക്ക് അല്ലെ. സോ മാനേജ്മെന്റ് ഓഡിറ്റ് 25 മാർക്ക് 5 ചാപ്റ്റർ. ഓക്കെ, 25 മാർക്ക് 5 ചാപ്റ്റർ, 5 × 5 25, അങ്ങനെയാണ് അവിടെ വരുന്നത്. ഓക്കെ, 3 സെക്ഷൻ സിയിൽ നമുക്ക് എത്രയാണ്? 3 ചാപ്റ്റർ 15 മാർക്ക്. ഓക്കെ, 3 ചാപ്റ്റർ 15 മാർക്ക്, 3 × 5 15. ലാസ്റ്റ് സെക്ഷൻ ഡിയിൽ 2 ചാപ്റ്റർ 10 മാർക്ക്, 2 × 5 അങ്ങനെ. അപ്പോൾ സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി ഇതൊക്കെ 5 അങ്ങനെയാണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്. ഒരിക്കലും അത് വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാം, കാരണം 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിൽ പല ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ തിരിച്ചു വരാം. ഫസ്റ്റ് കോസ്റ്റ് ഓഡിറ്റ് എത്ര ചാപ്റ്റർ? 8 ചാപ്റ്റർ 50 മാർക്ക്. രണ്ടാമത്തെ മാനേജ്മെന്റ് ഓഡിറ്റ് 25 മാർക്ക് 5 ചാപ്റ്റർ. 3 ഇന്റേണൽ കൺട്രോൾ ഇന്റേണൽ ഓഡിറ്റ് 3 ചാപ്റ്റർ 15 മാർക്ക്. 4 സെക്ഷൻ ഡി ഫോറൻസിക് ഓഡിറ്റ് ആന്റി മണി ലോണ്ടറിങ് 2 ചാപ്റ്റർ 10 മാർക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് വരുന്നത്? ചാപ്റ്റർ വൈസ് വെയിറ്റേജ് കോസ്റ്റ് CMAD സിലബസ് വരുന്നത്. ഓക്കെ, ഇനി പറഞ്ഞു ഓൾറെഡി സെയിം സിലബസ് തന്നെ നമ്മുടെ നോട്ട്സിലും അതേപോലെ തന്നെ CMS സ്റ്റഡി മെറ്റീരിയലിനോട് അതേ അലൈൻമെന്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കോസ്റ്റ് ഓഡിറ്റിൽ 8 ചാപ്റ്ററിന്റെ നോട്ട്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഡിറ്റ് 5 ചാപ്റ്റർ, ഇന്റേണൽ കൺട്രോൾ ഇന്റേണൽ ഓഡിറ്റ് 3 ചാപ്റ്റർ, അതുപോലെ തന്നെ ഫോറൻസിക് ഓഡിറ്റിലെ 2 ചാപ്റ്റർ. ഓക്കെ, സെക്ഷൻ ഡിയിൽ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഏകദേശം 393 പേജുള്ള ഓക്കെ ഒരു സ്റ്റഡി മെറ്റീരിയൽ നോട്ട്സ് നിങ്ങൾക്ക് അതിന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു കാറ്റഗറി എ ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. സോ കാറ്റഗറി എയില് നമ്മൾ കോസ്റ്റ് ഓഡിറ്റിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ചാപ്റ്റർ 1 to 4 1 മുതൽ 4 വരെ പ്ലസ് ചാപ്റ്റർ 8 കൂടി അല്ലെ. അപ്പോൾ ചാപ്റ്റർ 2 നമ്മൾ പറഞ്ഞു, ചാപ്റ്റർ 3 പറഞ്ഞു, ചാപ്റ്റർ 4 പറഞ്ഞു, ചാപ്റ്റർ 1 പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റിന്റെ ഭാഗത്ത് നിന്ന് 8 ചാപ്റ്ററിൽ 1 മുതൽ 4 വരെയുള്ള ചാപ്റ്ററും ദെൻ 8ാമത്തെ ചാപ്റ്റർ ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് നോക്കാം. ചാപ്റ്റർ 17 and 18 that is ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ആന്റി മണി ലോണ്ടറിങ് ആ കാറ്റഗറിയാണ്. കാരണം വെച്ചാൽ ആകെ 2 യൂണിറ്റേ ഉള്ളൂ, 10 മാർക്ക് നമുക്ക് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചാപ്റ്റർ 17, 18 എന്തായാലും പഠിക്കുക. അത് സെക്ഷൻ ഡി ഉണ്ടല്ലോ, സെക്ഷൻ ഡിയിലെ 2 ചാപ്റ്റർ അത് എ കാറ്റഗറിയാണ്. അത് എല്ലാ അറ്റംപ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഫോറൻസിക് ഓഡിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ 16 നമ്മൾ ക്ലബ്ബ്, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ദാറ്റ് ഈസ് ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് സർവീസ് ഓർഗനൈസേഷൻ, അതും ഉറപ്പായിട്ടും ചോദിക്കും. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. ചാപ്റ്റർ 16 എ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ എ കാറ്റഗറി നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? കോസ്റ്റ് ഓഡിറ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിന്റെ 1 മുതൽ 4 വരെയുള്ള ചാപ്റ്ററും പിന്നെ 8ാമത്തെ ചാപ്റ്ററും, അങ്ങനെ 8ൽ 5 ചാപ്റ്റർ കോസ്റ്റ് ഓഡിറ്റ് എന്നാണ് എ കാറ്റഗറിയാണ്. ഇനി മാനേജ്മെന്റ് ഓഡിറ്റ് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഓഡിറ്റ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ചാപ്റ്റർ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം പക്ഷെ നമുക്ക് അത് ഓപ്ഷനിൽ വിടാവുന്നത് കൊണ്ടാണ് ഞാൻ എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റിന്റെ ചാപ്റ്ററിന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. പക്ഷെ നമുക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിവാക്കാമല്ലോ. അതിലായി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് ബി കാറ്റഗറിയിൽ മാറ്റിയേക്കാണ്. പിന്നെ അപ്പൊ മാനേജ്മെന്റ് ഓഡിറ്റിൽ 5 ചാപ്റ്റർ മാറ്റിവെക്കാം, എ കാറ്റഗറിയിൽ മാറ്റിവെക്കാം. പിന്നെ അടുത്തതില് ദാറ്റ് ഈസ് 3ാമത്തെ നമ്മളുടെ ഇന്റേണൽ കൺട്രോൾ ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് ആ ഇന്റേണൽ കൺട്രോൾ ഏരിയയിൽ ഒരു ചാപ്റ്റർ ദാറ്റ് ഈസ് നമ്മൾ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് സർവീസ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് സർവീസ് ഓർഗനൈസേഷൻ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അത് നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കും. മാത്രമല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, എളുപ്പത്തിൽ പഠിക്കാനും പറ്റും. പിന്നെ ലാസ്റ്റത്തെ സെക്ഷൻ ഡി, സെക്ഷൻ ഡിയിലെ ഫോറൻസിക് ഓഡിറ്റും ആന്റി മണി ലോണ്ടറിങ്ങും നമുക്ക് എളുപ്പത്തിൽ വെയിറ്റേജ് 2 ചാപ്റ്ററിന് 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. സോ കോസ്റ്റ് ഓഡിറ്റിലെ 5 ചാപ്റ്റർ 1 മുതൽ 4 വരെ പ്ലസ് 8ാമത്തെ ചാപ്റ്റർ, മാനേജ്മെന്റ് ഓഡിറ്റ് വിട്ടേക്ക് 5 ചാപ്റ്റർ പ്ലസ് ഇന്റേണൽ കൺട്രോൾസിന്റെ 2 വിട്ടിട്ട് ലാസ്റ്റ് യൂണിറ്റ് ഓഡിറ്റ് ഓഫ് സർവീസ് ഓർഗനൈസേഷൻ, ദെൻ ഫോറൻസിക് ഓഡിറ്റ് AML. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 2 ചാപ്റ്റർ 1 2 7. ക്വസ്റ്റ്യൻ നമ്പർ 3 ചാപ്റ്റർ 3 ചാപ്റ്റർ 8 7 മാർക്സ്. അപ്പൊ കോസ്റ്റ് ഓഡിറ്റ് ഏരിയ തന്നെ ഇപ്പൊ 24 മാർക്കായി. ദെൻ അടുത്ത ചാപ്റ്റർ 4ന്റെ എയും ബിയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. ചാപ്റ്റർ 4 24 പ്ലസ് വീണ്ടും ഒരു 14 മാർക്ക്, 28 പ്ലസ് 14 നമുക്കിപ്പോ ഒരു 32 മാർക്കായി അല്ലെ. 32 മാർക്ക് കോസ്റ്റ് ഓഡിറ്റിന്റെ ഏരിയ എന്നായി. ക്വസ്റ്റ്യൻ നമ്പർ 2 3 4. സോ 2 3 4 ക്വസ്റ്റ്യൻസ് മുഴുവൻ എന്ത് ചെയ്തായിരിക്കും? കോസ്റ്റ് ഓഡിറ്റിനായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 വരുമ്പോൾ അവിടെ ചാപ്റ്റർ 2 ഒരു ന്യൂമറിക്കൽ വരും 7 മാർക്ക്.
ദെൻ ചാപ്റ്റർ 17 ഓർ 18 ദാറ്റ് ഈസ് നമ്മളെ ഫോറൻസിക് ഓഡിറ്റ് AML എന്നാണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാറ്, ക്വസ്റ്റ്യൻ നമ്പർ 5 ചാപ്റ്റർ 2ന്റെ കൂടെ നമുക്ക് ചോദിക്കാറ് ചാപ്റ്റർ 2 പ്ലസ് ചാപ്റ്റർ 17 അല്ലെങ്കിൽ 18 ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ നമ്പർ 6ഉം 7 എടുക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6ഉം 7 എടുക്കട്ടെ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാണെങ്കിൽ ചാപ്റ്റർ 14-15 ഇന്റേണൽ കൺട്രോൾ ഓഡിറ്റ് പറഞ്ഞല്ലോ, അത് ഒരു കാറ്റഗറിയിൽ തന്നെ വരാവുന്ന ഒരു ചാപ്റ്ററാണ്. എന്തായാലും എക്സാമിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, സോ ഇന്റേണൽ കൺട്രോൾ ഓഡിറ്റ് അത് ക്വസ്റ്റ്യൻ നമ്പർ 8 ചോദിക്കും. പിന്നെ അതിനുശേഷം ചാപ്റ്റർ 16 ഓഡിറ്റ് ഓഫ് സർവീസ് ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓഡിറ്റ് ഓഫ് സർവീസ് ഓർഗനൈസേഷനും ഇന്റേണൽ കൺട്രോളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി ചാപ്റ്ററിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പൊ ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലീറ്റ് 100 മാർക്കിന് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം 30 മാർക്കിന്റെ MCQും പിന്നീട് അങ്ങോട്ടുള്ള 7 ക്വസ്റ്റ്യൻ 5 ചെയ്താൽ മതിയല്ലോ. ഈ 5 എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2, 3, 4 മുഴുവൻ കോസ്റ്റ് ഓഡിറ്റ് എന്നാണ്. ഓക്കെ, അപ്പം 3 ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി അല്ലെ. ഈ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യുകയാണെങ്കിൽ അതിലും കോസ്റ്റ് ഓഡിറ്റിന്റെ ഒരു ഭാഗമാണ് വരുന്നത്, പിന്നെ ആ ഫോറൻസിക് ഓഡിറ്റിന്റെ ഭാഗമാണ് വരുന്നത്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവില് 5 ചെയ്യണം, 4 കഴിഞ്ഞു. പിന്നെ 6, 7, 8 ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. 6, 7, 8 ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇന്റേണൽ കൺട്രോൾസിന്റെ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സർവീസ് ഓർഗനൈസേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് 70-80 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കോസ്റ്റ് ഓഡിറ്റിൽ CMAD നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കാറ്റഗറി എയിൽ നിന്ന് നമുക്ക് എന്ത് വരുന്നത്, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഈ കാറ്റഗറി ബി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഫുൾ ഏരിയ ദാറ്റ് ഈസ് ചാപ്റ്റർ 9, 10, 11, 12, 13 ആ ഒരു 5 യൂണിറ്റ് ഇൻക്ലൂഡിങ് ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് അടക്കമുള്ള 5 യൂണിറ്റ് നമുക്ക് കാറ്റഗറി ബിയിലോട്ട് പറയാം. നോർമലി ആ ഏരിയ ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 and 7. ഓക്കെ, നമ്മളിപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞിട്ട് നേരെ ക്വസ്റ്റ്യൻ നമ്പർ 8 പോയത് അല്ലെ. അവിടെ ഗ്യാപ്പ് വന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ 6 and 7 നോർമലി എവിടെ നിന്നാണ് വരിക, ഈ മാനേജ്മെന്റ് ഓഡിറ്റിന്റെ പോർഷനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 6 and 7 വിൽ ബി എന്തായിരിക്കും, മാനേജ്മെന്റ് ഓഡിറ്റ് ആൻഡ് റിമൈനിങ് ചാപ്റ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത കോസ്റ്റ് ഓഡിറ്റിന്റെ ചാപ്റ്റർ 5, 6, 7 ആ 3 ചാപ്റ്റർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ ഭാഗത്തെ ആ ഒരു ഏരിയ, ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 6ഉം 7 ഒക്കെ എന്ത് ചെയ്യാറ് വരുന്നത്. ഓക്കെ, അപ്പൊ സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും സെലക്റ്റീവായിട്ട് എക്സാം പ്രിഫറൻസ് കൊടുക്കാം, കൂടുതൽ പ്രിഫറൻസ് ഈ ടോപ്പിക്കിന് കൊടുക്കാം. പക്ഷെ ബാക്കിയുള്ളത് കൂടെ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക, നോളജ് ലെവലിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു PDF ഞാൻ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ദെൻ വിത്ത് ദിസ് നമ്മളുടെ സിലബസ് അനാലിസിസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പഠിക്കേണ്ട ആ ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത്. പഠിക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തിയറിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡെയിലി ഒരു ക്ലാസ് ഒരു 1 hour to 2 hour വരെയുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക, ക്ലാസ് കാണാം. ദെൻ അതെന്ത് ചെയ്യുക, ആ ടോപ്പിക് അന്ന് പഠിക്കുക, അന്ന് ക്ലാസ് കേട്ട കാര്യം അന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ അത് പിന്നെ അടുത്ത ദിവസങ്ങൾ ക്ലാസ് കണ്ട് ക്യുമുലേറ്റീവ് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ക്യുമുലേറ്റീവ് ആയിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ കണ്ടിന്യൂസ് ആയിട്ട് കോഴ്സ് തൊട്ട് ഫുൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൂടെ എന്ത് ചെയ്യുക, 1-2 സബ്ജക്റ്റ് മിക്സ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഒരു പ്രോബ്ലം പേപ്പറും കൂടി കൂടെ എന്ത് ചെയ്യുക, കൊണ്ടുപോകാനായിട്ട് നോക്കുക. ദെൻ തിയറി പഠിക്കുമ്പോൾ ആ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ എക്സാമിനായിട്ട് എഴുതാനായിട്ട് കുറച്ച് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മളെ ലാംഗ്വേജിൽ മുഴുവൻ എഴുതുന്നതിന് പകരം കുറച്ചൊക്കെ എന്ത് ചെയ്യുക, ആ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പ്രിപ്പറേഷൻ ലെവലിൽ പറയാനുള്ളത്. ക്യുമുലേറ്റീവ് ആയിട്ട് റിവൈസ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടൈംസ് ഒക്കെ നമ്മളുടെ ഇതിലോട്ട് വരും. നമ്മളുടെ ലാംഗ്വേജ് ആയിട്ട് മാറും അത്. അപ്പോൾ എക്സാം എഴുതുമ്പോൾ ഫുൾ 7 മാർക്കൊക്കെ കിട്ടും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. നമ്മളുടെ നോട്ട്സ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്കിനായിട്ട് അലൈൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സ് തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എക്സാമിന്റെ ആൻസർ, സജസ്റ്റഡ് ആൻസർ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക് അല്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ആയിരിക്കും സജസ്റ്റഡ് ആൻസർ ഇട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ വേർഡ്സും അവിടുത്തെ പോയിന്റ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പ്രസന്റേഷനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സ്റ്റഡി മെറ്റീരിയലിലെ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുക. വലിയ വലിയ പാരഗ്രാഫ് ആയിട്ടുള്ള പോയിന്റുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെഡ് പോയിന്റ് എങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ലാംഗ്വേജിൽ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ പരമാവധി ഹെഡ് പോയിന്റുകൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ബോൾഡ് ആയിട്ടുണ്ടാകുന്ന ആ ഹെഡ് പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ്സ് എഴുതാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കാം. ഓക്കെ,
അപ്പൊ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സിലബസ് ഐഡിയ ആയല്ലോ. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്? 18 ചാപ്റ്റർ ഉണ്ട്. 50 മാർക്ക് കോസ്റ്റ് ഓഡിറ്റ് 8 ചാപ്റ്റർ അല്ലെ. അടുത്തത് 25 മാർക്ക് മാനേജ്മെന്റ് ഓഡിറ്റ് 5 ചാപ്റ്റർ. അടുത്തത് 15 മാർക്ക് ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ കൺട്രോൾസ്, ഇന്റേണൽ ഓഡിറ്റ് 3 ചാപ്റ്റർ. 10 മാർക്ക് ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് മണി ലോണ്ടറിങ്, അതിൽ 2 ചാപ്റ്റർ. ഓക്കെ, ഇത്രയാണ് നമ്മൾ സിലബസ് വരുന്നത്. ഓക്കെ, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിൽ 1 to 4 1 2 3 4 പ്ലസ് 8th ചാപ്റ്റർ അല്ലെ. ദെൻ മാനേജ്മെന്റ് ഓഡിറ്റ് ബി കാറ്റഗറിയാണ്, മൊത്തത്തിൽ ബി കാറ്റഗറിയാണ്. ഇന്റേണൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ എ കാറ്റഗറി തന്നെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ സെക്ഷൻ ഡിയും എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ സെക്ഷൻ എയിലെ 5 ചാപ്റ്ററും സെക്ഷൻ സിയും ഡിയും വേണമെങ്കിൽ നമുക്ക് എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അത് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള ഏരിയാസ് വായിച്ചിരിക്കുന്ന MCQ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഈവൻ മാനേജ്മെന്റ് ഓഡിറ്റിലേക്ക് MCQ വരാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാറ്റഗറിയിലൊന്നും ഉൾപ്പെടുത്താത്ത കോസ്റ്റ് ഓഡിറ്റിലെ ബാക്കിയുള്ള 3 ചാപ്റ്ററിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, MCQ ഒക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് മുഴുവൻ സിലബസ് പഠിച്ചിരിക്കുക. ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.